ഏത് സന്ദർഭത്തിലും ഏതൊരാളെയും അന്യായമായി അടിസ്ഥാനമില്ലാതെ തടവിൽ പാർപ്പിക്കുന്നതിനുള്ള സാഹചര്യം നമ്മുടെ നിയമത്തിലുണ്ട്. ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ, ശിക്ഷിക്കുന്നതിനുള്ള തെളിവുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്നിടത്തോളം ശിക്ഷ നൽകണം. സമൂഹത്തിൻ്റെ ഒരു ആവേശം, സമൂഹത്തിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി വളരെ മോശമായ രീതിയിൽ തടവുകാരനോട് പെരുമാറുന്നത് അത് നമ്മുടെ ഭരണഘടനയുടെ ചൈതന്യത്തിന് നിരക്കുന്ന ഒരു പ്രവൃത്തിയേ അല്ല. വംശീയ കലാപത്തിൽ ഉത്തരവാദിത്വം ആരോപിച്ചുകൊണ്ട് 5 വർഷമായി ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ്, ഷർജൽ ഇമാം എന്നീ വിദ്യാർത്ഥികളുടെ കാര്യം, അവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് സുപ്രീം കോടതി സ്വീകരിച്ച കടുത്ത നിലപാടിനെ കുറിച്ചുള്ള വിമർശനം കഴിഞ്ഞയാഴ്ച ഈ പരിപാടിയിൽ ഞാൻ നടത്തുകയുണ്ടായി. രാജ്യവ്യാപകമായി പല തലങ്ങളിൽ ഇന്ത്യയിലെ ജാമ്യ നിയമത്തെക്കുറിച്ച് ഉള്ള ചർച്ചകൾക്ക് ഈ സുപ്രീം കോടതി ഉത്തരവ് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. ജാമ്യത്തെക്കുറിച്ച് കുറെ കൂടി വ്യക്തത നമുക്ക് ആവശ്യമുണ്ട് എന്ന അഭിപ്രായം പലയിടത്തും കണ്ടു. വാസ്തവത്തിൽ ജാമ്യത്തെക്കുറിച്ച് വ്യക്തത നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും കോടതികൾക്കും ഉണ്ട്. ഞാൻ അന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരുടെ പേരിൽ പ്രസിദ്ധമായി തീർന്ന ആ പ്രയോഗം തന്നെ, ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് എക്സെപ്ഷൻ എന്ന ആ പ്രയോഗം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഈ തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിലുമുണ്ട്. പക്ഷെ നമ്മുടെ ഭരണഘടനയിൽ വ്യക്തതയോടെ എഴുതാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്, അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നതിന് പലപ്പോഴും നമ്മുടെ ജഡ്ജിമാർക്ക്, നീതിന്യായ സംവിധാനത്തിന് കഴിയുന്നില്ല. അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണത്. അതുകൊണ്ട് ആണ് ബെയിലിനെ സംബന്ധിച്ച് എഴുതപ്പെട്ട നിയമത്തിൽ വിശ്വസിക്കുന്ന ജനത എന്ന നിലയിൽ വ്യക്തതയോടെ ആ കാര്യങ്ങൾ എഴുതണം എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കേണ്ടി വരുന്നത്. നമ്മുടെ ഭരണഘടന വ്യക്തി സ്വാതന്ത്ര്യത്തിന്, പേഴ്സണൽ ലിബർട്ടി പരമമായ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ക്രിമിനൽ നിയമത്തിലെ സുപ്രധാനമായ തത്വങ്ങൾ നമ്മൾ ഇതുവരെ വായിച്ചിരുന്നത് CRPCയിലോ IPCയിലോ മാത്രമല്ല, ഭരണഘടനയിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിരുന്നു. അതെല്ലാം നമുക്ക് സാമാന്യ ജനങ്ങൾക്ക് പോലും പരിചയമുണ്ട്. അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം ഏറ്റവും അടുത്ത മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ആ മജിസ്ട്രേറ്റിൻ്റെ അനുവാദമില്ലാതെ ആരെയും ആ കാലാവധിക്ക് ശേഷം തടവിൽ പാർപ്പിക്കാൻ, കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ പോലീസിന് അധികാരമില്ല. തടവുകാരന് സ്വയം തൻ്റെ കുറ്റം തെളിയിക്കുന്നതിന് സഹായകമായ വർത്തമാനം നടത്താതെ നിശബ്ദത പാലിക്കുന്നതിനുള്ള അവകാശം, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ അനുച്ഛേദം 20-ലും 22-ലും ആയി വ്യക്തമാക്കിയിരിക്കുന്നു. അനുച്ഛേദം 21 വളരെ പ്രസിദ്ധമായ നമ്മുടെ ഭരണഘടനയ്ക്ക് ആകമാനം ചൈതന്യം നൽകുന്ന, അതിനെ ഭാസുരമാക്കുന്ന ഒന്നാണ് അനുച്ഛേദം 21. അതാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആ പേഴ്സണൽ ലിബർട്ടി എന്ന വാക്കിൽ, വ്യക്തി സ്വാതന്ത്ര്യം എന്ന വാക്കിൽ ഇത് ഉൾപ്പെടുന്നുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചാൽ അയാൾക്ക് നഷ്ടമാകുന്നത്, അയാൾക്ക് നിഷേധിക്കപ്പെടുന്നത് അയാളുടെ പവിത്രവും പരമപാവനവുമായ വ്യക്തി സ്വാതന്ത്ര്യം എന്ന മൗലികാവകാശമാണ്. അതുകൊണ്ടാണ് ജാമ്യം എന്നത് എപ്പോഴും വിവാദ വിഷയമായി മാറുന്നത്. പക്ഷേ കോടതികളും പ്രോസിക്യൂട്ടിംഗ് ഏജൻസികളും വളരെ പരിമിതമായ രീതിയിൽ ആ വിഷയത്തെ കാണുകയും കഴിയുന്നത്ര ഒരാളെ ജയിലിൽ പാർപ്പിക്കാൻ ഉള്ള ഒരു വ്യഗ്രത കാണിക്കുകയും അവരെ സംബന്ധിച്ച് ആ കേസിൻ്റെ വിജയം മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെയല്ല വേണ്ടത് എന്നാണ് നമ്മുടെ ഭരണഘടന നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാൾ പല സാഹചര്യങ്ങളിൽ തടവിലാക്കപ്പെടാം, തടവുകാരനാകാം. അതൊരു പോലീസുകാരൻ്റെ സംശയം മതി, അല്ലെങ്കിൽ തെറ്റായ ഒരു പരാതി മതി. അതിൻ്റെയൊക്കെ പേരിൽ ഒരാൾ തടവിലാക്കപ്പെടാം, അറസ്റ്റ് ചെയ്യപ്പെടാം. അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെല്ലാം ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പൊന്നുമില്ല. പലരും പറയാറുണ്ട്, പല ജുഡീഷ്യൽ ഓഫീസർമാർ വരെ പറയാറുണ്ട്, ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകും, അതുകൊണ്ട് ഇപ്പോൾ കഴിയുന്നത്ര ഇവരെ ജാമ്യം നിഷേധിച്ച് ജയിലിൽ പാർപ്പിച്ചാൽ
അത് ഒരു ശിക്ഷയായി മാറട്ടെ എന്ന്. അങ്ങനെയുള്ള ശിക്ഷ നൽകുന്നതിനുള്ള അധികാരം ഒരു കോടതിക്കും നമ്മുടെ ഭരണഘടനയോ നിയമ സംവിധാനമോ നൽകിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ 2500 രൂപ പ്രതിദിന വാടക നൽകി ഹോട്ടലിൽ താമസിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാതിരായ്ക്ക് അറസ്റ്റ് ചെയ്ത് എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പോലീസ് ക്യാമ്പിലെത്തിക്കുന്നു. പിന്നീട് നേരം വെളുത്തപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പേ ഹാജരാക്കുന്നു. അയാൾക്ക് ജാമ്യം നിഷേധിക്കുന്നു. അയാൾ ജയിലിലാവുന്നു. അയാൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട കുറ്റത്തെ അടിസ്ഥാനമാക്കി അതൊക്കെ ന്യായീകരിക്കാവുന്നതായിരിക്കാം. പക്ഷേ വാർത്തയിൽ നിന്ന് നമ്മൾ കണ്ടത് അയാൾ സിമന്റ് തറയിൽ ഒരു പായ വിരിച്ച് കിടക്കുകയായിരുന്നു എന്നാണ്. ദിലീപിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടു. നടൻ ദിലീപിൻ്റെ കാര്യത്തിൽ അയാൾ സിമന്റ് തറയിൽ തണുത്ത് വിറച്ച് കിടക്കുന്നത് കണ്ട് അനുകമ്പ തോന്നിയ ഒരു പോലീസ് ഓഫീസർ അയാൾക്ക് കിടക്കുന്നതിന് കുറച്ചുകൂടി സുഖമായി കിടക്കുന്നതിനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തു. അതൊക്കെ വലിയ തെറ്റാണ്, പാതകമാണ് എന്ന മട്ടിലാണ് സമൂഹത്തിൻ്റെ റിയാക്ഷൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ദിലീപിന് ഇപ്പോൾ എന്ത് പറ്റി? 85 ദിവസം അപ്രകാരം തടവറയിൽ സൂക്ഷിച്ച ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനായി നിരപരാധിയായി പുറത്തു വന്നിരിക്കുകയാണ്. എല്ലാ കേസുകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ. ശിക്ഷിക്കുന്നതിനുള്ള തെളിവുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്നിടത്തോളം ശിക്ഷ നൽകണം. അത് പക്ഷേ ഒരാളെ ഒരു കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അയാളെ ഒരു ഭീകരവാദിയാണ്, കൊടും കുറ്റവാളിയായി കണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു ആവേശം, ഒരു സമൂഹത്തിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി വളരെ മോശമായ രീതിയിൽ തടവുകാരനോട് പെരുമാറുന്നത് അത് നമ്മുടെ ഭരണഘടനയുടെ ചൈതന്യത്തിന് നിരക്കുന്ന ഒരു പ്രവൃത്തിയേ അല്ല. അതുകൊണ്ടാണ് കഴിയുന്നത്ര ജാമ്യം നൽകണം എന്ന് നിയമം അനുശാസിക്കുന്നത്. അക്കാരണത്താലാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ എല്ലാ പ്രവൃത്തികളും മൂവ്മെൻറ്റും ഒക്കെ നിയന്ത്രിക്കപ്പെടുകയാണ്. പക്ഷേ ജാമ്യം നൽകുക, ആ ജാമ്യത്തിൽ ആവശ്യമായ വ്യവസ്ഥകൾ വയ്ക്കുക, ആ വ്യവസ്ഥകൾ അയാൾ പാലിക്കുന്നുണ്ടോ എന്ന് പോലീസ് നിരീക്ഷിക്കുക. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അതിനുള്ള ശിക്ഷ നൽകാമല്ലോ, ജാമ്യം തന്നെ റദ്ദാക്കാമല്ലോ. അങ്ങനെ കാര്യങ്ങളുള്ളപ്പോൾ ജാമ്യ ഹർജി മുന്നിൽ വരുമ്പോൾ ആ ജാമ്യത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ അത് മാത്രമാണ് കോടതി പരിശോധിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ JNU വിദ്യാർത്ഥികൾ അവർക്ക് ജാമ്യം ഈ 5ാം വർഷവും സുപ്രീം കോടതി നിഷേധിച്ചു. ഇനി 1 വർഷത്തേക്ക് ജാമ്യ ഹർജിയുമായി ഒരു കോടതിയിലും പോകാൻ പാടില്ല എന്ന വിലക്ക് ഏർപ്പെടുത്തി. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റത്തെ അടിസ്ഥാനമാക്കിയല്ല ജാമ്യം നൽകുകയോ നിഷേധിക്കുകയോ ചെയ്യേണ്ടത്. ഇവരെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടാൽ ഈ പറഞ്ഞ തെറ്റുകളും കുറ്റങ്ങളും ആവർത്തിക്കപ്പെടുമോ? അല്ലെങ്കിൽ കേസ് അന്വേഷണത്തിന് തടസ്സമുണ്ടാകുമോ? സാക്ഷികളെ സ്വാധീനിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുമോ? അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പരിശോധിക്കാൻ നിയമം പറയുമ്പോൾ അതിനപ്പുറത്ത് ആത്യന്തികമായി ഇവരെ ഈ ആരോപിക്കപ്പെട്ട കുറ്റത്തിന് ശിക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന പരിശോധന മുൻകൂറായി നടത്തി അതിൻ്റെ പേരിൽ ജാമ്യം നിഷേധിക്കുന്ന ജുഡീഷ്യൽ മനോഭാവം അത് നമ്മുടെ ഭരണഘടനയുടെ അക്ഷരത്തിനും എതിരാണ്, ചൈതന്യത്തിനും എതിരാണ്. അതുകൊണ്ടാണ് തടവുകാരോട് കുറെ കൂടി മാന്യമായി പെരുമാറണം എന്ന് നമ്മൾ പറയുന്നത്. ഇത് ജാമ്യത്തിൻ്റെ അല്ലെങ്കിൽ വിചാരണയ്ക്ക് മുൻപുള്ള അവസ്ഥ മാത്രമല്ല, യഥാർത്ഥ വിചാരണ ഉചിതമായ രീതിയിൽ നടത്തി ഒരാളെ കുറ്റക്കാരനാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് ശിക്ഷ നൽകിക്കഴിഞ്ഞ ആ ശിക്ഷാ കാലയളവിലും അയാൾക്ക് ചില അവകാശങ്ങളുണ്ട്. തടവുകാരൻ ഒരിക്കലും തൻ്റെ മൗലികാവകാശങ്ങൾ ജയിലിൻ്റെ കവാടത്തിൽ ജയിലറെ ഏൽപ്പിച്ചുകൊണ്ടല്ല അകത്തേക്ക് പോകുന്നത്. അയാൾക്ക് ആ തടവിൻ്റെ അവസ്ഥയിലും അയാൾക്ക് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളും നിഷേധിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് തടവ് പുള്ളികളോട്, കുറ്റവാളികളോട് അവർക്കൊരു മനപരിവർത്തനം സാധ്യമാകുന്ന രീതിയിൽ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു പുനരധിവാസം സാധ്യമാകുന്ന രീതിയിൽ അവരോട് നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. തടവുകാരുടെ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ പലരും പരിഹസിച്ച് ചിരിക്കും എന്നെനിക്കറിയാം. പക്ഷെ അതങ്ങനെയല്ല. നമ്മളൊരു സിവിലൈസ്ഡ് സമൂഹമാണ്. ഈ സിവിലൈസ്ഡ് സമൂഹത്തിൽ നമുക്ക് ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്.
നമ്മളാ തടവുകാരുടെ, അത് ഗോവിന്ദച്ചാമിയാവട്ടെ മറ്റാരെങ്കിലും ആവട്ടെ, അവരുടെ നിലവാരത്തിലേക്ക് നമ്മൾ താഴുകയല്ല വേണ്ടത്, നമ്മുടെ സമൂഹത്തിൻ്റെ നിലവാരത്തിലേക്ക് അവരെ ഉയർത്തുകയാണ് വേണ്ടത്. ആ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ തടവ് പുള്ളികൾക്കുള്ള വേതനം, അവരവിടെ പണിയെടുക്കുന്നവരാണ്. അവിടെ കഠിന തടവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ അവിടെ ചെയ്യണം. അതിന് വളരെ നിസ്സാരമായ കൂലിയാണ് അവർക്ക് വേതനം ആണ് നൽകിക്കൊണ്ടിരുന്നത്. സുബ്രഹ്മണ്യൻ പോറ്റി കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് തടവുകാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചില നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം കോടതി സ്വമേധയാ എടുത്ത കേസായിരുന്നു അത്. ഇപ്പോൾ ജയിലിൽ തടവുകാർക്ക് നൽകുന്ന മിനിമം കൂലി 620 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതൊരു നിസ്സാര കാര്യമല്ല. അവർക്ക് ആ പണം അവിടെ സേവ് ചെയ്യാം. തടവ് കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ അവർക്കത് പ്രയോജനപ്പെടും. അപ്പോൾ അവരോട് അവർ കുറ്റവാളികൾ തന്നെയാണ്, അപലപനീയമായ ശിക്ഷാർഹമായ കുറ്റം ചെയ്തവരാണ്. പക്ഷെ അവരോടും നമുക്ക് ചില മര്യാദകൾ അത് പാലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏത് സന്ദർഭത്തിലും ഏതൊരാളെയും അന്യായമായി അടിസ്ഥാനമില്ലാതെ തടവിൽ പാർപ്പിക്കുന്നതിനുള്ള സാഹചര്യം നമ്മുടെ നിയമത്തിലുണ്ട്. ഇപ്പോൾ ഒരു പ്രവാസി അയാളുടെ കുടുംബത്തിലെ കല്യാണത്തിന്, മകളുടെ കല്യാണത്തിന് വേണ്ടി നാട്ടിലെത്തിയപ്പോൾ അയാൾ മാല തട്ടിപ്പറിച്ചു എന്നൊരു കേസിൽ പോലീസ് കുടുക്കി. അയാൾ 54 ദിവസം ആ കുറ്റാരോപണവുമായി മോഷ്ടാവ് എന്ന നിലയിൽ ജയിലിൽ കഴിയേണ്ടി വന്നു. മാല കാണാതായതിൻ്റെ പേരിൽ ഒരു വീട്ടുജോലിക്കാരി അനുഭവിച്ച പീഡനം നമ്മൾ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. ഒടുവിൽ ഈ പ്രവാസി തെറ്റായി കുറ്റാരോപണത്തിന് വിധേയനായ അപമാനകരമായ ഒരു ചാർജല്ലേ മാല തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി എന്ന് പറഞ്ഞാൽ, അയാൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ്. സാമ്പത്തികമായ നഷ്ടപരിഹാരം അത് നല്ലത് തന്നെ, വിക്ടിമോളജിയിൽ അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷേ ആ നഷ്ടപരിഹാരം എന്നതുകൊണ്ട് എല്ലാത്തിനും പരിഹാരമാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തടവുകാരോട് നിയമം അനുശാസിക്കുന്ന രീതിയിൽ അനുകമ്പയോടെയും ആർദ്രതയോടെയും പെരുമാറാൻ കഴിയണം.